Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about financing through preference shares. Preference shares are the shares which enjoy preferential rights as to payment of dividend at a fixed rate during the life of the company and as to return of capital on the winding up of the company over the equity shares. ഒരു ഓർഗനൈസേഷനിലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അതും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പേ ആദ്യമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യും. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ, അതായത് ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സ്റ്റേജിൽ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുള്ളൂ. ഇത്തരത്തിലുള്ള റൈറ്റിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുക. ഒരു ഡിവിഡൻഡ് ആദ്യമേ ലഭിക്കാനാണെങ്കിലും റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ആദ്യമേ ലഭിക്കാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ കാട്ടി മുമ്പേ ലഭിക്കാനുള്ള റൈറ്റിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിൽ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുക. Now let us look into the features of preference shares. Preference shares are long-term sources of finance. നമ്മളൊരു ഇക്വിറ്റി ഷെയർ പറഞ്ഞതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ എന്നതുള്ളതും ഒരു ലോങ് ടേമിലേക്കുള്ള ഫിനാൻസ് ആണ്. ഒരിക്കലും ഒരു ഷോർട്ട് ടേം ഫിനാൻസിങ് അല്ല. മോർ ദാൻ 1 ഇയർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ലൈഫ് ടൈമിലേക്കാണ് ഒരു പ്രിഫറൻസ് ഷെയറിന്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. The dividend payable on preference shares is generally higher than debenture interest. ഒരു ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെക്കാളും കൂടുതലാണ് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ലഭിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കും കിട്ടുന്ന റിട്ടേൺ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിബഞ്ചർ ഹോൾഡറിനെക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനാണ്. Preference shareholders get fixed rate of dividend irrespective of the volume of profit. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ലഭിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ്. വൺസ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉള്ള സമയത്ത് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകേണ്ടത്. It is also known as hybrid security because it also bear some characteristics of debentures. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. കാരണം അതിന് ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഒരു പ്രോഫിറ്റ് ഉള്ള സമയത്ത് ഒരു ഫിക്സ്ഡ് റേറ്റ് ലഭിക്കുന്നു എന്നുള്ളത് ഒരു ഡിബഞ്ചറിൻ്റെ ക്വാളിറ്റിയാണ്. ഡിബഞ്ചറിന് എപ്പോഴും നമ്മൾ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉള്ള സമയത്ത് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് പേ ചെയ്യേണ്ടത്. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇസ് നോട്ട് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻഡിച്ചർ. പ്രിഫറൻസ് ഷെയർസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡ് ഒരു ഓർഗനൈസേഷന് ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ അല്ല. ഡിബഞ്ചറിന്റെ കേസ് ആണെങ്കിൽ ഡിബഞ്ചറിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആണ്. അതേപോലെ പ്രിഫറൻസ് ഷെയർസിന് അത്തരത്തിലുള്ള ഒരു ടാക്സ് ഡിഡക്ഷൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. പ്രിഫറൻസ് ഷെയർസിന് നൽകുന്ന ഡിവിഡൻഡ് ഒരിക്കലും ഒരു ടാക്സ് ഡിഡക്ഷൻ ഐറ്റം അല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ പോലെ ഒരിക്കലും ഒരു വോട്ടിംഗ് റൈറ്റ് ആർക്കില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇല്ല. അദ്ദേഹം ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റ്സും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പ്രിഫറൻഷ്യൽ റൈറ്റ് മാത്രമാണ് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനുള്ളത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് ആൻഡ് ഫോർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ളപ്പോൾ അത് ഡിവിഡൻഡ് ഷെയർ ചെയ്യുന്ന സ്റ്റേജിലാണെങ്കിലും ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ലഭിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ലഭിക്കാനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് നിലവിലുണ്ട്. Next, let us look into the types of preference shares. At first, on the basis of right of accumulating of dividend, preference shares are divided into cumulative preference shares and non-cumulative preference shares. Cumulative preference shares are those shares which carry the right to accumulate dividend. Cumulative preference shares എന്ന് പറയുന്നത് അതായത് ഒരു വർഷം ഇപ്പോൾ നിലവിലെ ഈ വർഷത്തിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ലഭിക്കില്ല. അപ്പോൾ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ലഭിക്കാനുള്ള നമ്മുടെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പ്ലസ്
ഈ വർഷത്തെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് രണ്ടും കൂടെ ക്യുമുലേറ്റ് ചെയ്ത് ലഭിക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഒരു ഓർഡിനറി പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഒരിക്കലും അവർക്ക് എന്ത് കിട്ടില്ല, പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രമേ അവർക്ക് ഡിവിഡൻഡ് ലഭിക്കുകയുള്ളൂ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വർഷം ലഭിക്കാത്ത ഡിവിഡൻഡ് അടുത്ത വർഷം എപ്പോഴാണോ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ആ വർഷം അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ലഭിക്കുന്നതിനാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, these are the preference shares which do not carry the right to receive arrears of dividend. ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഡിവിഡൻഡ് ലഭിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് നമ്മൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. അതായത് ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഇല്ല, അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കിട്ടും, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഡിവിഡൻഡ് ലഭിക്കില്ല. ഇതിനെയാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. On the basis of right to surplus profit, preference shares are divided into participating preference shares and non-participating preference shares. Participating preference shares having right to participate in the surplus profit and assets of the company after paying off the equity shareholders is known as participating preference shares. ഒരു ഓർഗനൈസേഷൻ്റെ സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേഷൻ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്തതിന് ശേഷം ബാക്കി പ്രോഫിറ്റ് ആ ഓർഗനൈസേഷന് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിന്റെ വിഹിതം കിട്ടാൻ അർഹതയുള്ളത്, അല്ലെങ്കിൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വൈൻഡപ്പ് ചെയ്ത് ബാക്കി അസറ്റ്സ് റിയലൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ ഒരു ഷെയർ കിട്ടാനും റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഷെയർസ് വിച്ച് ഹാവ് നോ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സർപ്ലസ് പ്രോഫിറ്റ് ആൻഡ് അസറ്റ്സ് ഓഫ് ദി കമ്പനി ആർ കോൾഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സർപ്ലസ് പ്രോഫിറ്റിൽ ഒരു പാർട്ടിസിപ്പേഷനും ഇല്ലാത്ത പ്രിഫറൻസ് ഷെയർസിനെയാണ് നമ്മൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. Next, on the basis of redemption, redeemable preference shares and irredeemable preference shares. These are shares which company may issue on the stipulation that they may be repaid either after a fixed period or even earlier at the company's option. ഒരു പ്രിഫറൻസ് ഷെയർ വിത്ത് മെച്യൂരിറ്റി ഡേറ്റ് എന്നുള്ളതാണ് നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ആ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇത്ര നാളിന് ശേഷം അല്ലെങ്കിൽ ഒരു പീരീഡിന് ശേഷം ഈ പ്രിഫറൻസ് ഷെയർ നമ്മൾ കമ്പനി റീപേ ചെയ്ത് തിരിച്ചെടുക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം എന്നൊരു എഗ്രിമെന്റോടുകൂടി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. Irredeemable preference shares are shares which are redeemed only on winding up of the company. ഒരു പ്രിഫറൻസ് ഷെയർ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൽ മാത്രമാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് നമ്മൾ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് കൺവേർഷൻ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. These are shares which enjoy the right to get converted into equity at a later date. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഇക്വിറ്റി ഷെയറായി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നും, ഷെയർസ് വിച്ച് ആർ നോട്ട് കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആർ കോൾഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ഒരു പ്രിഫറൻസ് ഷെയർ ഒരിക്കലും ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെയാണ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നും അറിയപ്പെടുന്നത്. Now let us look into the advantages of preference capital. No legal obligation. Payment of dividend to preference shares is not a legal obligation to the company. ഒരു ഓർഗനൈസേഷന് പ്രിഫറൻസ് ഷെയർസ് വഴി ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടും ആ ഒരു പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ആ ഓർഗനൈസേഷൻ്റെ ഒബ്ലിഗേഷൻ അല്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം എന്ന് യാതൊരുവിധ ഒബ്ലിഗേഷനും ആ ഓർഗനൈസേഷന് ഇല്ല. No maturity date. They have no final maturity date except in the case of redeemable preference shares. Redeemable preference sharesന് മാത്രമാണ് ഒരു മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഇത്ര നാളിന് ശേഷം റിഡീം ചെയ്യും എന്നൊരു എഗ്രിമെന്റ് ഉള്ളത്. അല്ലാത്ത ബാക്കി എല്ലാ പ്രിഫറൻസ് ഷെയർസിനും നമ്മൾ വൈൻഡിങ് അപ്പിൽ മാത്രമാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ല എന്ന് കോമൺ ആയിട്ട് നമുക്ക് പ്രിഫറൻസ് ക്യാപിറ്റലിനെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. Add to the equity base. Preference shares add to the equity base of the company and therefore strengthen the financial position of the company. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിലെ ഇക്വിറ്റി ബേസ് അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ വഴി റേസ് ചെയ്ത ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനെ സ്ട്രോങ്ങർ ആക്കാൻ പ്രിഫറൻസ് ഷെയർസ് വഴി ആഡ് ചെയ്യുന്ന ക്യാപിറ്റൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. Save the company from paying
higher rate of interest. ഒരു ഓർഗനൈസേഷനെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിബഞ്ചേഴ്സ് വഴിയാണ് ക്യാപിറ്റൽ റേസ് ചെയ്തതെങ്കിൽ കൂടുതലായി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഒരു ഓർഗനൈസേഷന്. No charge on assets. Issue of preference shares does not create any sort of charge against assets of the company. ഒരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴി ആ ഒരു അസറ്റുമായിട്ട് യാതൊരുവിധ ഒബ്ലിഗേഷനും ഇല്ല. അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അസറ്റ് റിയലൈസ് ചെയ്ത് പ്രോഫിറ്റ് ഡിവിഡൻഡ് നൽകണം എന്ന രീതിയിലൊരു ഒബ്ലിഗേഷനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനില്ല. അതുകൊണ്ട് തന്നെ അസറ്റ്സുമായി യാതൊരുവിധ ചാർജും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒരു ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകിയാൽ മതി. Helps equity shareholders. As preference shareholders get only a fixed rate of dividend, the equity shareholders get a high rate of dividend. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു കമ്പനിക്ക് ഹൈ പ്രോസ്പെറിറ്റി ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നത് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. എത്രത്തോളം അധികം പ്രോഫിറ്റ് ഉണ്ടോ അത്രത്തോളം അധികം ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ലഭിക്കും. Do not affect existing control. Issue of preference shares will not affect existing control of the company. ഒരു കമ്പനിയുടെ കൺട്രോളിന് ഒരിക്കലും എഫക്ട് ചെയ്യാത്തൊരു ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർ. കാരണം അദ്ദേഹത്തിന് ഒരു വോട്ടിംഗ് റൈറ്റ് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കമ്പനിയുടെ കൺട്രോളിന് യാതൊരു വിധവും ബാധിക്കാത്തൊരു ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ചീപ്പർ. ഫിനാൻസ് ത്രൂ പ്രിഫറൻസ് ഷെയർ ഇസ് ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും ചീപ്പർ ആണ് ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു കമ്പനിയെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തരത്തിൽ നോക്കുകയാണെങ്കിൽ ചീപ്പർ ആയിട്ടുള്ളത് പ്രിഫറൻസ് ഷെയർ ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിലും കുറവ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഹൈ റിട്ടേൺ വിത്ത് ലോ റിസ്ക്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻവെസ്റ്റേഴ്സ് who want to get higher rate of return with low risk. ഒരു ഇൻവെസ്റ്ററിന് ഹൈ റിട്ടേൺ വിത്ത് ലോ റിസ്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പ്രിഫറൻസ് ഷെയർസ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുക. കാരണം ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിലുള്ള റിസ്ക്കും മറ്റും കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വരില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് ലോയും ഹൈ റിട്ടേണും ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ പ്രിഫർ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസ് തന്നെയായിരിക്കും. Helps to utilize surplus profit. The company can utilize its surplus funds for redeeming preference shares. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സർപ്ലസ് പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഒരു ഉപയോഗമായി പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രിഫറൻസ് ക്യാപിറ്റൽ കൊണ്ട് ഒരു ഓർഗനൈസേഷനും ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. Now let us look into the disadvantages of preference capital. Not considered for taxation purpose. Preference dividend is not deductible as an expense for taxation purpose. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിവഞ്ചറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് കിട്ടുന്ന ഒരു ടാക്സ് ഡിഡക്ഷൻ പോലെ ഒരിക്കലും പ്രിഫറൻസ് ഷെയറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡിന് ലഭിക്കുന്നില്ല. Declaration of arrears of dividend. In case of cumulative preference shares, arrears of dividend have to be declared before anything can be paid to equity shareholders of the company. ഒരു ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു വർഷം പ്രോഫിറ്റ് ഇല്ലെങ്കിലും അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ക്യുമുലേറ്റ് ചെയ്ത് ലഭിക്കും. ഇത്തരത്തിൽ ക്യുമുലേറ്റ് ചെയ്ത് ലഭിക്കുമ്പോൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ലഭിക്കേണ്ട ഷെയർ ആണ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ലഭിക്കേണ്ട ഡിവിഡൻഡ് ആണ് നഷ്ടമാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അരിയർ ഡിക്ലെയർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് വലിയൊരു നഷ്ടമായി തീരാൻ സാധ്യതയുണ്ട്. Dilute the claim of equity shares. It dilute the shares of equity shareholders over the asset of the company. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സ്റ്റേജിലാണെങ്കിൽ പോലും അസറ്റ്സിനെ റിയലൈസ് ചെയ്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അദ്ദേഹത്തിന്റെ വിഹിതം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കിട്ടേണ്ട ക്ലെയിമിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറാണ്. Pave way to insolvency. It may pave the way for insolvency of the company. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാവാനാണെങ്കിലും പ്രോഫിറ്റ് റിസർവ് ചെയ്യാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കെല്ലാമായി ഓർഗനൈസേഷന് ഫണ്ട് ഇല്ലാണ്ടാവുകയും ആ ഒരു ഇൻസോൾവൻസിയിലേക്ക് നയിക്കാനായിട്ട് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ കാരണമാവുകയും ചെയ്യും.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു പാറ്റേൺ ഓഫ് ഫിനാൻസിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന നിലയിൽ പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആൻഡ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. Have a nice day.